ഇടുക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന പാൽക്കുളമേടിലേക്കാണ്. കട്ടപ്പനയിൽ നിന്നും എറണാകുളം റൂട്ടിലെ ചെറുതോണിക്കടുത്തു നിന്നാണ് പാൽക്കുളമേടിലേക്ക് പോകുന്നത്. ഷൂട്ടിംഗ് ഉണ്ട്. ബാബാക്കൊക്കെ ബാലൻസ് സെറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ബാലൻസ് സെറ്റ് ചെയ്യണേ. ഒരാളെ തള്ളി കൊടുത്താൽ മതി. എവിടെ പ്രശ്നം? കുത്താണ്. വണ്ടി സൂപ്പറാണല്ലോ, വണ്ടി സൂപ്പറാണല്ലോ. നോക്ക്. അതെ, ഇതൊന്നും പറ്റിയിടുന്നില്ല. ഇതിൽ തന്നെ എടുക്കണം വണ്ടി. നീ നോക്കട്ടെ, തള്ളി തള്ള. വരി വരി വരി. റെഡി. അതിൽ പോവും. അയ്യോ, പാൽക്കുളമേടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡാണ്. അതുപോലെ തന്നെ ഏറ്റവും അപകടം പിടിച്ചതും ഡേഞ്ചറസുമായിട്ടുള്ള ഒരു ഓഫ് റോഡാണ് പാൽക്കുളമേടിലേക്കുള്ള ഓഫ് റോഡ്. പാൽക്കുളമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകളുടെ സ്വൈര വിഹര കേന്ദ്രം കൂടിയാണ് പാൽക്കുളമേട് എന്ന് പറയുന്നത്. ആ പാൽക്കുളമേടിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻട്രോ ഒക്കെ ഞാൻ പറയാൻ മറന്നുപോയി. അതിനിടയിൽ നമ്മൾ കൂടെ ഉണ്ടാകുന്ന ബാവാക്കാൻ്റെ ബൈക്കൊന്ന് മറിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് അതിഭയങ്കരമായി ഓഫ് റോഡാണെന്ന് പറഞ്ഞാൽ ഇത്രയും ഓഫ് റോഡ് ഞാൻ ഇതുവരെ മുന്നോട്ട് കയറിയിട്ടില്ല. ലോക്ക്ഡൗൺ കൊണ്ട് ഇങ്ങോട്ട് ആരും യാത്രക്കാരും ഇല്ലാതെ തോന്നുന്നു. റോഡെല്ലാം എന്താ പറയുക, ഒരു വണ്ടി പോയ അടയാളം പോലും കാണുന്നില്ല. അപ്പോൾ വളരെയധികം റോഡ് പോയി കിടക്കുന്നുണ്ട്. ഈ മഴയത്തൊക്കെ വെള്ളം ഒലിച്ച് പോയിട്ട് റോഡെന്ന് പറയാനൊന്നും ഇല്ല. കല്ല് മാത്രമേ ഉള്ളൂ, കുഴികളും കല്ലുകളും മാത്രമേ ഉള്ളൂ ഈ റോഡിൽ കാണുന്നത് മൊത്തത്തിൽ. എങ്കിലും ഞാൻ ഇതിൻ്റെ മുന്നേ പാൽക്കുളമേടിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ജീപ്പിലാണ് പോയത്. അതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ, ഈ ഒരു മൺസൂൺ സമയത്ത് തന്നെ പാൽക്കുളമേടിലേക്കുള്ള യാത്ര പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇടുക്കി റൈഡിൻ്റെ ലാസ്റ്റ് എപ്പിസോഡും കൂടിയാണ് ഈ പറയുന്ന പാൽക്കുളമേടിലേക്കുള്ള റൈഡ് ആൻഡ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാം കണ്ടിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. എന്താണ് അവസ്ഥ എന്ന് പോയി നോക്കാം. ആ നോക്ക് നോക്ക് നോക്ക്.
അങ്ങനല്ലല്ലോ. പോവാം ആസിഫ് ബ്രോ, പോട്ടെ. ചൂട് പോട്ടെ പോട്ടെ. പുള്ളിയല്ല, അവര് വന്നോളൂ, നിങ്ങൾ കയറ്റി. കിലോമീറ്ററാണ് ഈ ഓഫ് റോഡ് ഉള്ളത്. അത് ഏകദേശം കവർ ചെയ്യണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും പിടിക്കും. അത്രയ്ക്ക് റോഡ് മോശമാണ്. വാട്ടർ ക്രോസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചെങ്കുത്തായ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ റൈഡ് ചെയ്ത് ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിയത്. ഈ ടോപ്പിലെ ഭംഗി നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് ഇടുക്കിയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ മഞ്ഞ് മൂടിയത് കൊണ്ട് പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കാണാനും ഏറ്റവും ടോപ്പിലൊരു പോയിന്റ് കാണാൻ കഴിയും. അതാണ് പാലക്കുളം മേടിൻ്റെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ബൈക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല, നടന്ന് കയറേണ്ടി വേണം. നല്ല ടാസ്ക്കാണ്, നല്ല കുത്തിനെയുള്ള കയറ്റമാണ്. അതിന് മുകളിലൊരു കുരിശുണ്ട്. ആ കുരിശിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നമ്മൾ പാലക്കുളം മേടിൻ്റെ ടോപ്പിലെത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആനയെ കാണാൻ പറ്റും. കാരണം ഫോറസ്റ്റാണ്, തിക്ക് ഫോറസ്റ്റാണ് കാണുന്നത്. പുൽമേടുകളാണ്. പുൽമേടുകളിൽ ധാരാളം ആനകളുണ്ടാവും. കഴിഞ്ഞ തവണ വന്നപ്പോൾ സമയത്ത് ഞാനൊരു ആനയും കുട്ടിയും ഇവിടുന്ന് കണ്ടിരുന്നു. അപ്പോൾ പോയി നോക്കാം. ട്രക്കിംഗ് ആണ്, എന്താവുമെന്നൊന്നും അറിയില്ല. വെള്ളം മാത്രമേ കയ്യിലുള്ളൂ, ഒരു ഭക്ഷണം പോലും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇനി മുകളിലേക്ക് കയറിയിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആണ് നമ്മളിനി ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ പിന്നാലെ പോരും. ഇത് ഫുള്ള് എടുക്കില്ല, കുറച്ചെടുക്കുള്ളൂ. പാലക്കുളം മേടിൻ്റെ സ്റ്റോപ്പിലേക്ക് കയറുവാണ്. ആനയുണ്ട്. അത് ഞാൻ പറയട്ടെ, ഇതിന്റെ പകുതി വരെ ഇങ്ങനെ കയറുള്ളൂ. അത് കഴിയുമ്പോ എങ്ങനെയാന്ന് അറിയോ? എഴും കയറി വന്ന വഴിയെല്ലാം കോടയിൽ മൂടിയേറി. ഇനിയും കയറണം. അതാണ് ടോപ്പിലേക്ക് കയറണം. ഒരു രക്ഷയില്ല.
മഴയും പെയ്യുന്നുണ്ട്. ഹെവി ടാസ്ക് ട്രക്കിംഗ്. ചെറിയ വഴികളാണ്. ബൈക്കായിട്ട് കയറി അവര് വെറുതെ പറയുന്ന.
മറിഞ്ഞു, ഡോമിനാർ മറിഞ്ഞു. കട്ട ഓഫ് റോഡ് ഡോമിനാറേ. എന്തേ മറിഞ്ഞു. ആ ഫസ്റ്റ് വെള്ളത്തിനെ വണ്ടി ആയിട്ട് ആ കിടക്കണേ താഴോട്ട്. പിന്നെ മറ്റേ പിള്ളേരെ ഒരു മതി മതിയല്ലോ, ഒരെടുത്തു വണ്ടി എടുക്കുന്നു. നമുക്ക് കണക്ക് വല്ലേ. It's a highly risky ride. നമ്മൾ മടങ്ങുകയാണ്. പാൽക്കുളമേടിലെ എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഭംഗിയും അതുപോലെ ഈ മഴക്കാലത്ത് അതിനുണ്ടാകുന്ന പ്രത്യേകതരം ഭംഗിയുണ്ട്. ആ ഭംഗിയെല്ലാം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിനി മടങ്ങുകയാണ്, നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാട് എന്ന് പറയുന്നത് നിലമ്പൂരാണ്. നിലമ്പൂരിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാൽക്കുളമേടിൽ വന്നിട്ട് ഈ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് വന്നാലേ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. മഞ്ഞുകാലത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഡിസംബർ ജനുവരി മാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുമെങ്കിലും ഇത്തരം കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ വന്നത് ഡിസംബറിലായിരുന്നു. അന്ന് ഇത്ര കോടയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടോപ്പിൽ മാത്രമേ കോട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിനി മടങ്ങുകയാണ്. ഇടുക്കി മൺസൂൺ റൈഡിൻ്റെ എല്ലാ എപ്പിസോഡും ഇവിടെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അടുത്ത സീരീസ് എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് ഉള്ള സീരീസാണ്. വയനാട് റൈഡിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടെ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ് അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. എല്ലാ ശനിയാഴ്ചകളിലും ഒരു റൈഡിങ് വീഡിയോസ്, അതായത് യാത്രാ വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി നമുക്ക് വയനാട്ടിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു, ലവ് യു.